ഹലോ ഗീസ്, ഞങ്ങള് വയനാടിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ബാണാസുര സാഗർ, പടിഞ്ഞാറത്തറയിലുള്ള ബാണാസുര സാഗർ സന്ദർശിച്ചു. അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എളിയ ശ്രമം നടത്തുകയാണ്. വയനാടിന്റെ ഹൃദയത്തില് പച്ചപ്പിന്റെ തിരശ്ശീലയ്ക്കടിയിൽ ഒരു സ്വപ്നം പോലെ ഒളിഞ്ഞു കിടക്കുന്ന സുന്ദരിയായ ഈ ബാണാസുര സാഗർ ഡാം കാറ്റും വെളിച്ചവും കൊത്തിവെച്ചൊരു ശില്പം പോലെ അത് അവിടെ തല ഉയർത്തി നിൽക്കുമ്പോൾ ഏതൊരു വിനോദസഞ്ചാരികളുടെയും മനം മയക്കുന്ന ഈ റാണിക്ക് എന്നും യൗവനം തന്നെയാണ്. കബനി നദിയുടെ പോഷക നദിയാണ് കരമനത്തോടിന്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ഈ ബാണാസുര സാഗർ. ഈ ജലാശയം രൂപം കൊണ്ടത് മൺകൂനകൾ കൊണ്ടുവരുന്നതാണ്. ഈ അണക്കെട്ട് മൺകൂനകൾ കൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ്. കാഴ്ചയുടെ ഒരു വിരുന്നാണ് ഈ ജലാശയം നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. നീലാകാശത്തിനെ ചുംബിച്ചുകൊണ്ട് ബാണാസുര മലനിരകൾ അതിന്റെ താഴ്വരയിൽ കണ്ണാടി പോലെ തെളിഞ്ഞു നിൽക്കുന്ന നീലാ ജലാശയം. വെയിലിന്റെയും ആകാശത്തിന്റെയും ഈ നിറപ്പകിട്ടിൽ ഏതൊരു വ്യക്തിയുടെയും മനം ഒന്ന് തുരുത്തായി തലയുയർത്തി ദ്വീപുകൾ. ഈ ജലാശയത്തിന് മുകളിൽ ബോട്ടിംഗ് ഒരു അനുഭൂതിയാണ്. കാറ്റിന്റെ തലോടലേറ്റ് വെള്ളത്തിൽ തെന്നി നീങ്ങുമ്പോൾ പ്രകൃതിയുടെ സംഗീതം കാതിൽ മുഴങ്ങും. പക്ഷികളുടെ പാട്ടും കാറ്റിന്റെ മൂളലും വെള്ളത്തിന്റെ കുഞ്ഞോളങ്ങളും ചേർന്നുള്ള സംഗീതം ഈ യാത്രയിൽ ആത്മാവിന് ഒരു പുനർജന്മം ലഭിച്ച പോലെ തോന്നും. ഇവിടെ സമയം നിലച്ചു പോകുന്നു, മനസ്സ് ശാന്തമാകുന്നു. ഈ ഡാമിനോട് ചേർന്ന് ഒരു ഉദ്യാനമുണ്ട്. നിറയെ പൂക്കളും ചെടികളും നിറഞ്ഞ ഒരു ഉദ്യാനം. ഡാമിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരിടം. ഇവിടെ നടക്കുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം തോന്നും. കുട്ടികൾക്കായി ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ പാർക്കിൽ കളിക്കുമ്പോൾ കുട്ടികളുടെ ചിരി ഡാമിന്റെ ശാന്തതയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അതിന് കൂടുതൽ സൗന്ദര്യം നൽകുകയാണ്. ഈ ജലാശയം വെറുമൊരു ഡാം മാത്രമല്ല, അത് വയനാടിന്റെ ജീവനാണ്. കൃഷിക്കും കുടിവെള്ളത്തിനും വൈദ്യുതിക്കും ഇത് സഹായകമാണ്. ഒപ്പം വയനാടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരു കവി കൂടിയാണ് ഈ ഡാം. എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിവരാത്ത പ്രകൃതി ഒരുക്കിയ ഈ ഡാം കാഴ്ചക്കാരിലേക്ക് വീണ്ടും വീണ്ടും ആശ്ചര്യത്തിന്റെയും അവിസ്മരണീയമായ മുഹൂർത്തത്തിന്റെയും ഒരു സ്വർഗം തന്നെ നമ്മുടെ മുന്നിൽ നീട്ടിവെക്കുകയാണ്. അങ്ങ് വിദൂരതയിലേക്ക് നോക്കുമ്പോൾ കാണാം നമ്മൾ തല ഉയർത്തി നിൽക്കുന്ന ചെറു കൂനുകൾ പോലെ പൊന്തി നിൽക്കുന്ന ചെറിയ കുന്നുകൾ. ആ കുന്നുകളെ തഴുകി തലോടി ജലാശയങ്ങളിലേക്ക് ഒഴുന്നിറങ്ങുന്ന പാറക്കെട്ടുകൾ. ആ പാറക്കെട്ടുകളെ തലോടി ജലാശയങ്ങളിൽ ചെറിയ തോതിൽ ഓളമാടുമ്പോൾ നമ്മളോട് എന്തോ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്ന പോലെയാണോ എന്ന് പോവുകയാണ്. ഈ ജലാശയങ്ങളിലേക്ക് ബോട്ട് സർവീസുകളിൽ കാലത്താണ് സ്ഥലത്ത് പ്രത്യേക സീസണോ മറ്റു കാര്യങ്ങളോ ഇല്ല. ശക്തമായ മഴ അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും